ശബരിമലയിലെ തിരക്കിൽ അച്ഛനെ കാണാതായപ്പോൾ കരഞ്ഞ കുട്ടിയുടെ ചിത്രം ഉപയോഗിച്ച് പാലക്കാട് കോൺഗ്രസ് പ്രചാരണം. ശബരിമലയിലെത്തുന്ന ഭക്തരെ സർക്കാർ അവഗണിക്കുന്നുവെന്നാരോപിച്ച് പാലക്കാട് DCC നടത്തുന്ന പ്രതിഷേധ ഭജനയുടെ പോസ്റ്ററുകളിലാണ് ഈ ചിത്രം ഉപയോഗിച്ചത്. അതേസമയം പോസ്റ്റർ തയ്യാറാക്കിയത് തന്റെ അറിവോടെയല്ലെന്ന് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ പ്രതികരിച്ചു. ഒരു തെറ്റിദ്ധാരണ ഞാനിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാവുള്ളൂ, പിന്നെ ഉണ്ടാവും. അത് എനിക്കറിയില്ലല്ലോ, എന്തെങ്കിലും എനിക്ക് പറയാൻ പറ്റുമോ? അത് വേറെ ആരും ഇട്ടതായിരിക്കും, ഞാൻ ഇട്ടില്ല. എൻ്റെ നോക്കിയാൽ മതി, അറിയാം. അല്ലല്ല അന്ന് പറയും, അതെനിക്കറിയില്ല. അതാരും കൊടുക്കും. ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ട് നോക്കിയാൽ മതി. എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾ തരാം. അതെ, ഒരിക്കൽ ഞാൻ ഇട്ടിട്ടില്ല. അത് ഇവിടെ നിങ്ങൾ നോക്കി അറിയാം, ധരണിയാണ് നടത്തുന്നത്. അവിടെ തിങ്ങി നിന്ന് ജനങ്ങളുടെ ദുരിതം കണ്ടാലുണ്ടല്ലോ, ഇതിന് വ്യാഖ്യാനിക്കേണ്ട കാര്യം നമ്മളതിൽ ഇട്ടിട്ടുമില്ല, അത് ബന്ധവുമില്ല അതിനകത്ത്. കുട്ടിയുടെ ചിത്രം തെറ്റായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ശരിയാണോ എന്ന് ചിന്തിക്കണമെന്ന് മന്ത്രി K. രാധാകൃഷ്ണൻ 24-നോട് പറഞ്ഞു. കുട്ടിയുടെ അച്ഛൻ പുറത്തേക്കുന്ന സാധനം വാങ്ങാൻ പോയി. അപ്പോൾ വണ്ടി എടുക്കുന്ന ഒരു സമയമായപ്പോൾ കഴിഞ്ഞപ്പോൾ കുട്ടി ആകെ അച്ഛനെ കാണാതെ പ്രായപ്പെട്ടു, കരഞ്ഞു. ആ കരച്ചിലിനെയാണ് പിന്നീട് ഈ കുട്ടി വെള്ളം കിട്ടാതെ കരഞ്ഞു, അല്ലെങ്കിൽ മറ്റു സൗകര്യമില്ലാതെ കരഞ്ഞു എന്ന് പറഞ്ഞ് ഇന്നിപ്പോൾ അതിൻ്റെ പേരിലാണ് ഭജന ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ഭക്തരുടെ വിശ്വാസത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ആലോചനയുടെ ഭാഗമാണ്. ക്രമാതീതമായിട്ടുള്ള ഭക്തർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും 18-ാം പടി കയറേണ്ടി വരും. അതുകൊണ്ട് കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത് ഞങ്ങൾ നല്ലപോലെ തിരിച്ചറിയുന്നു. ഇതിൻ്റെ എല്ലാ സൗകര്യവും ഉള്ള ഒരു സെൻറ്ററിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു മുദ്രാവാക്യം വിളിച്ചിട്ട് അവിടെ ബഹളം ഉണ്ടാക്കിയത്. അവിടുത്തെ ജനങ്ങൾ തന്നെ അത് പറഞ്ഞു. അത് ഇവിടെ വെള്ളമുണ്ട്, വെളിച്ചമുണ്ട്, പിന്നെ ടോയ്ലറ്റ് ഉണ്ട്, ഭക്ഷണമുണ്ട്. കേന്ദ്രസേന ആണെങ്കിൽ കേന്ദ്രസേനയുടെ മുമ്പിൽ വെച്ചിട്ടല്ലേ ഇത് നമ്മുടെ പാർലമെൻറ്റിൽ ആക്രമിച്ചത്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, ഈ പോസ്റ്റർ വിവാദത്തിൽ പാലക്കാട് DCC പറയുന്നത് എന്താണ്? വേണു, തൻ്റെ അറിവോട് കൂടിയിട്ടല്ല ഇത്തരത്തിലുള്ളൊരു പോസ്റ്റർ നിർമ്മിച്ചത് എന്നുള്ളതാണ് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ ഈ പരിപാടിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ പോസ്റ്റർ തെറ്റിദ്ധാരണാജനകമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. തൻ്റെ പിതാവിനെ കാണാതായതിനെ തുടർന്ന് കരയുന്ന കുഞ്ഞിൻ്റെ ചിത്രങ്ങളാണ് ഇത്. നോർത്ത് ഇന്ത്യയിലടക്കം വലിയ രീതിയിൽ വിദ്വേഷ പ്രചരണങ്ങൾക്ക് വരെ ഇടവെക്കുന്ന സാഹചര്യമുണ്ട് ഈ ചിത്രം ഉപയോഗിച്ചുകൊണ്ട്. അപ്പോഴാണ് കേരളത്തിൽ പാലക്കാട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ ഈ ചിത്രം ഇങ്ങനെ തെറ്റായി ഉപയോഗിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഫ്ലക്സുകളൊന്നും തന്നെ നിലവിൽ ഇപ്പോൾ ഇവിടെ സ്ഥാപിച്ചിട്ടില്ല, അതെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട്. അത് വിവാദമായി എന്ന് ഇതിനോടൊപ്പം തന്നെ DCC സമ്മതിക്കുന്നുണ്ട്. കാരണം DCC പ്രസിഡന്റ് തന്നെ അതിനെ തള്ളിക്കളയുകയാണ്. അദ്ദേഹം തന്നെ പറയുന്നത് തൻ്റെ അറിവോട് കൂടിയിട്ടല്ല ഇത്തരത്തിലുള്ളൊരു പോസ്റ്റർ നിർമ്മിച്ചത്, താനത് എവിടെയും ഷെയർ ചെയ്തിട്ടില്ല. അങ്ങനെ അത് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒരു പോസ്റ്റർ പ്രചരിപ്പിക്കേണ്ടുന്ന സാഹചര്യം നിലവിലത്തെ സാഹചര്യത്തിലില്ല. ശബരിമലയിൽ വലിയ രീതിയിലുള്ള വേർതിരിവാണ് ഭക്തർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, വലിയ രീതിയിലുള്ള പ്രയാസങ്ങളാണ് ഭക്തർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോഴാണ് കോൺഗ്രസ് ഒരു ജനാധിപത്യപരമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ തയ്യാറെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ശോഭ കെടുത്തുന്നതാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ എന്നുള്ളതാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. എന്തായാലും അവരുടെ ഭജന എന്നുള്ളത് മാറ്റി, പ്രതിഷേധ ഭജന എന്നുള്ളത് മാറ്റി ഇപ്പോൾ ധർണയാക്കി മാറ്റിയിരിക്കുകയാണ്. അതിപ്പോൾ പുരോഗമിക്കുകയുമാണ്. ശബരിമലയിൽ ഭക്തർ നേരിടുന്ന വലിയ കൊടും പീഡനങ്ങൾ അത് അവസാനിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. അക്കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഈ പ്രതിഷേധ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ DCC പ്രസിഡന്റ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഈ പരിപാടി ഭക്തർക്ക് വേണ്ടിയാണ്, ഭക്തർക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു പരിപാടിയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ബോബൻ മാട്ടുമന്ത ചേരുന്നുണ്ട്. നിങ്ങളുടെ പരിപാടിയുടെ ഒരു ശോഭ കെടുത്തുന്നതായോ ഈ പോസ്റ്റർ വിവാദം? പോസ്റ്റർ വിവാദം കോൺഗ്രസുമായി ബന്ധമില്ല എന്ന് കോൺഗ്രസിൻ്റെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് തന്നെ ഔദ്യോഗികമായി നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ മറ്റൊരു വിവാദത്തിനുള്ള ഒരു സാധ്യതയുമില്ല. പക്ഷെ ആ പോസ്റ്റർ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതല്ലേ, എന്താണ് സംശയം? അല്ല, ആ പോസ്റ്റർ കോൺഗ്രസുമായി ബന്ധമില്ല എന്ന് DCC പ്രസിഡന്റ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വിവാദം ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി മറ്റാരെങ്കിലും പ്രചരിപ്പിച്ചതാവാനാണ് സാധ്യത. DCCയിലെ അംഗങ്ങളടക്കം വൈസ് പ്രസിഡന്റുമാരടക്കം ഷെയർ ചെയ്തിട്ടുണ്ട്. DCCയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലോ DCC പ്രസിഡന്റിന്റെ പേജിലോ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് പ്രചരിപ്പിച്ചിട്ടില്ല. ഇത് കോൺഗ്രസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി, ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായ
ഒരു പോസ്റ്റർ ഉണ്ടാക്കി ആ പോസ്റ്റർ ദുഷ്ടലാക്കോടുകൂടി പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. മേഡം, അത് അപ്പോൾ നേതൃത്വം വിശദീകരിക്കുന്നത് ആ തരത്തിലാണ്. അതായത് കോൺഗ്രസ് ഔദ്യോഗികമായി അത്തരത്തിലുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കിയിട്ടില്ല, അത് മറ്റാരോ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കി പടച്ചുവിട്ടതാണെന്നാണ്. പക്ഷെ അത് പ്രധാനപ്പെട്ട ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളടക്കം ഷെയർ ചെയ്തിട്ടുണ്ട്, മാധ്യമങ്ങൾക്കുള്ള ഗ്രൂപ്പുകളിൽ അത് പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും അതിപ്പോൾ വിവാദമായ പശ്ചാത്തലത്തിൽ പൂർണ്ണമായി ഈ ഭജന എന്നുള്ള പരിപാടി തന്നെ മാറ്റിവെച്ചിരിക്കുന്നു. ധർണയായിക്കൊണ്ട് ആ പ്രതിഷേധം ഇവിടെ പുരോഗമിക്കുകയാണ്. ശരി, നിഖിൽ പ്രമേഷാണ് പാലക്കാട് DCCയുടെ നേതൃത്വത്തിൽ ശബരിമല വിഷയത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ധർണയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഇന്നും സന്നിധാനത്തിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ ശുഭകരമാണ്. അവിടെ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. എന്നാൽ ഈ വിഷയത്തിൽ സ്വമേധയാ എടുത്ത കേസിൽ ഹൈക്കോടതി ആ കേസ് പരിഗണിക്കുകയാണ്. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.